ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ കർത്തൃ ദിവസത്തിൽ ഇവിടെയുള്ള ദൈവജനത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സുജോ ബ്രദർ സൂചിപ്പിച്ചതുപോലെ വളരെ ദീർഘമായൊരു പരിചയം ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും ആ കാലത്തിന് ശേഷം, കോളേജ് ജീവിതത്തിൻ്റെ കാലത്തിന് ശേഷം ഇപ്പോൾ അടുത്ത കാലത്താണ് ഞങ്ങൾക്കൊന്ന് കാണുവാനും സംസാരിക്കുവാനും ഇടയായത്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ, അതായത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. കോഴിക്കോടുള്ള EU മുഖാന്തരം രക്ഷിക്കപ്പെട്ടു. അവിടെയുള്ള പ്രാദേശിക സഭയിൽ സ്നാനപ്പെട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ചെറിയ തോതിലുള്ള പങ്കാളികളായും പോയവരായിരുന്നു. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോകേണ്ടി വന്നു. 94 മുതൽ ബ്രദറൻ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും പോകുന്നു. ഇപ്പോൾ ഞങ്ങളെ കുടുംബമായി ഈങ്ങാപ്പുഴ അടിവാരത്തുള്ള ബ്രദറൻ അസംബ്ലിയിലാണ് കർത്താവിനെ ആരാധിച്ചു വരുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാനും നമ്മളെല്ലാം വീണ്ടെടുത്ത ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമാലേഖനത്തിലെ മനോഹരമായ വാക്യങ്ങളിലൊന്നാണ് ഈ വാക്യങ്ങൾ. ഇതിനെ പലവട്ടം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഭാഗം തന്നെയാണ്. പല ദൈവദാസന്മാരിലൂടെ നമ്മൾ ഈ വചനം വളരെ വിശാലമായ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനൊരു വലിയ പ്രാസംഗികനോ ബൈബിൾ പണ്ഡിതനോ അല്ല. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എനിക്ക് തരുന്ന പ്രകാശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ റോമാലേഖനം നമുക്കറിയാം. ഈ റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തെ പ്രഖ്യാപിക്കുന്ന ലേഖനമാണ്. ഇതിൻ്റെ 11 വരെയുള്ള അധ്യായങ്ങൾ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. 12 മുതൽ പിന്നീടുള്ള 16 വരെയുള്ള അധ്യായങ്ങൾ ഈ നീതീകരണം എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്ന കാര്യവും വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ വേദപുസ്തകത്തിലെ ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിൻ്റെ പകുതി ഭാഗം ഉപദേശമാണ്, അതിൻ്റെ പകുതി ഭാഗം പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ വിവരിക്കുമ്പോൾ നമുക്കറിയാം. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, എബ്രായ ലേഖനം ഒക്കെ എടുത്തു നോക്കിയാലും ഏതാണ്ട് പകുതി ഭാഗം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നാം എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 11 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ എന്തുകൊണ്ട് നീതീകരണം വേണം എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ ഇന്നത്തെ പാപാവസ്ഥയും അതുപോലെ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ നീതീകരണം ആവശ്യമാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. 3-ന്റെ 21 മുതൽ 5-ന്റെ 21 വരെ ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണ് കണക്കിടപ്പെടുന്നത് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് 6-ന്റെ 1 മുതൽ 8-ന്റെ 39 വരെ നീതീകരണം നൽകപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. അതിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമൊക്കെ നമുക്കറിയാം. ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 12-ന്റെ 1 മുതൽ പിന്നീട് 9-ന്റെ 1 മുതൽ 11-ന്റെ 36 വരെ നീതീകരണം എന്താണെന്ന് സമർത്ഥിക്കുന്നു. 12-ന്റെ 1 മുതൽ 15-ന്റെ 13 വരെ
നീതീകരണം പ്രായോഗികമാക്കുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ 15-ന്റെ 14 മുതൽ 16-ന്റെ 26 വരെയുള്ള ഭാഗങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ വ്യക്തിപരമായ സന്ദേശവും അതുപോലെ ആശീർവാദവുമാണ് ഈ റോമാലേഖനത്തിന്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരു ഭാഗത്ത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ ഈ നീതീകരിക്കപ്പെട്ടവരായ നാം ദൈവത്തിന്റെ നീതീകരണം എങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് നാം നേരത്തെ ധ്യാനിച്ചതുപോലെ, ചിന്തിച്ചതുപോലെ, സ്തോത്രം ചെയ്തതുപോലെ ദൈവം നമ്മളെ നീതീകരിച്ചതുകൊണ്ടാണ്. നമ്മൾ പാപികളായിരുന്നു, ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ നാം അങ്ങനെ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പാപികളായ മനുഷ്യർക്ക് നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യന്റെ നീതീകരണത്തിന് വഴിയൊരുക്കി. ആ നീതീകരണം എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ അതിനെ വിശദമായിട്ട് വായിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്കൊന്നും കടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ആവശ്യമായ ദൈവിക ചിന്ത നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 12 മുതലുള്ള അധ്യായങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നീതീകരണം, നമുക്ക് ലഭിച്ച നീതീകരണം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറത്ത് നല്ല ഇടിമുഴക്കമാണ്. നാം നേരത്തെ ധ്യാനിച്ച സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ഇടിമുഴക്കം നമ്മളെ പേടിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാളും എത്രയോ ഭയങ്കരമായിരുന്നു ദൈവത്തിന്റെ ശബ്ദം. എന്നാൽ ആ ശബ്ദം ഇന്ന് നമുക്ക് വളരെ അനുകൂലമാക്കി, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ശബ്ദമാക്കി നമ്മളെ കേൾപ്പിക്കുന്നവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, ഈ 12-ാം അധ്യായം മുതൽ ഉള്ളത് നമ്മുടെ നീതീകരിക്കപ്പെട്ട പ്രായോഗിക ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വ്യക്തിപരമായി നമ്മോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ നീതീകരണം പ്രകടിപ്പിക്കണമെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ 12-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് സമൂഹത്തോടുള്ള ബന്ധത്തിൽ നീതീകരിക്കപ്പെട്ടവരായ നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയുന്നുണ്ട്. 12-ന്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അതാണ്. ഭരണകൂടത്തോട്, നിലവിലുള്ള ഭരണവ്യവസ്ഥയോട്, അധികാരങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ 13-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ ഏറ്റവും അവസാനമായി 14-ന്റെ 1 മുതൽ 15-ന്റെ 13 വരെ മറ്റു വിശ്വാസികളോട്, ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റ് ആളുകളോട് നമ്മൾ എങ്ങനെ ഇടപെടണം, പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നീതീകരണം എങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് വിശദീകരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭജനം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഞാൻ നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് തന്നെ വരട്ടെ. ഈ 2 വാക്യങ്ങളിലും 2 ക്രിയാപദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ക്രിയാപദം സമർപ്പിപ്പിൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്രിയാപദം രൂപാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. 2 ക്രിയകൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. ഒന്ന്, സമർപ്പിപ്പിൻ. എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ഒരു യാഗമായി സമർപ്പിപ്പാനാണ് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതാണ് യാഗമായി സമർപ്പിക്കുക. യാഗം എന്താണെന്ന് നമുക്ക് അറിയുന്നവരാണ്. പഴയ നിയമത്തിൽ നമുക്ക് യാഗത്തിന്റെ വിവിധ രീതികളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഒരുപാട് യാഗങ്ങൾ ഉണ്ട്. നമുക്കറിയാം, മനുഷ്യൻ പാപിയാണ്. ആ പാപിയായ മനുഷ്യത്തിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ അവന്റെ പാപത്തിനൊരു പരിഹാരം ഉണ്ടാകണം. എന്നാൽ പഴയ നിയമത്തിൽ താൽക്കാലിക പരിഹാരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ചെറുപ്രാവിനെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെയോ കൊണ്ടുവന്ന് പാപങ്ങൾ അതിൻ്റെ മേൽ ആരോപിച്ച് അതിനെ ദൈവസന്നിധിയിൽ അറുത്ത് ഹോമയാഗമായി സമർപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗം മുഖാന്തരം നാം ആ യാഗം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലായി പൂർത്തീകരിച്ച, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന യാഗ വസ്തു സമർപ്പിച്ച്, യാഗമായി സമർപ്പിച്ച് ആ യാഗം പൂർത്തിയാക്കിയത് കൊണ്ട് നാം ഇന്ന് മൃഗങ്ങളെയോ പക്ഷികളെയോ യാഗമായി സമർപ്പിക്കേണ്ടത് ആവശ്യമില്ല.
പിന്നെ എന്തിനെയാണ് സമർപ്പിക്കേണ്ടത്? ഇവിടെ യാഗമായിട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാനാണ് പറഞ്ഞത്. ശരീരങ്ങളെ സമർപ്പിക്കാൻ, നമ്മളെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുക. അങ്ങനെ യാഗമായി അർപ്പിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവില്ലേ? എന്നാൽ അവിടെ മരിച്ചു പോകുന്ന യാഗമായിട്ടല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞത്. നമുക്ക് ആ വാക്യത്തിൽ ഒന്നുകൂടെ പറയാം, ചിന്തിക്കാം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഈ യാഗത്തെ സമർപ്പിക്കും. യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു യാഗവസ്തുവിനെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മരണം സംഭവിക്കുന്നുണ്ട്, അത് അവസാനം കത്തിച്ച് കളയുന്നുണ്ട്, അതില്ലാതായി തീരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കാൻ പറഞ്ഞാൽ അതെന്താണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. അപ്പൊ മനുഷ്യന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ പാപം നിറഞ്ഞ അല്ലെങ്കിൽ പാപത്തിന്റെ ഭാരം പേറുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ട്. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നത്, നമുക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. നമ്മുടെ ശരീരം രക്ഷിക്കപ്പെടുന്നില്ല. ആ സമയത്ത് ആ ശരീരം ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഈ ശരീരത്തിന്റെ രക്ഷയുടെ പൂർത്തീകരണം വരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിലാണ്. നാം അവന് അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പോഴാണ് ഈ പാപ ശരീരത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുവരെയും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. ആ പാപം പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം നേരത്തെ ധ്യാനിച്ചതുപോലെ അനുദിനവും ഓരോ നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിൽ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നത്. ഇവിടെ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ മനുഷ്യന്റെ ജഡത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. ഇതിൽ തന്നെ വീണ്ടും വായിക്കുമ്പോൾ 7-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നന്മ വസിക്കാത്ത തിന്മ മാത്രം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെയാണ് യാഗമായി സമർപ്പിക്കാൻ വേണ്ടി പറയുന്നത്. എങ്ങനെയാണ് യാഗമായി സമർപ്പിക്കാൻ പറയുന്നത്? അത് ബുദ്ധിയുള്ള ആരാധനയായിട്ട് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് ഒരു യാഗമാണ്. സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. ഈ യാഗങ്ങളിലൊന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവനുള്ള ബുദ്ധിയുള്ള ആരാധനയായി ദൈവസന്നിധിയിൽ നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ആരാധന പലതരത്തിലുണ്ട് ഈ ലോകത്തിൽ. ആളുകൾ ആദ്യം മുതലേ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളെ ആരാധിച്ചിരുന്നത് ഭയം കൊണ്ടാണ്. മനുഷ്യനെ പേടിപ്പിക്കുന്ന, മനുഷ്യന് ഭയം വളർത്തുന്ന സകലത്തെയും അവർ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു. ഇടിയെ, മിന്നലിനെ, മഴയെ, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ ദൈവമായി ആരാധിച്ചിരുന്നു. ജീവികളെ, പാമ്പിനെ അല്ല മറ്റു മൃഗങ്ങളെയൊക്കെ തങ്ങളെ ഉപദ്രവിക്കുന്ന എന്തിനേയും ദൈവമായി ആരാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ഭയം കൊണ്ടാണ് അവർ ആരാധിച്ചിരുന്നത്. ചിലർ ആരാധിക്കുന്നത് വളരെ ഇമോഷണലായിട്ടാണ്. അവർക്ക് നല്ല വികാരം ഉണ്ടാകുമോ, തമ്പേറടിച്ച് കോട്ടി പാടി അവർ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിൽ എത്തുമ്പം എന്തെല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ വിശദീകരിക്കാൻ പറ്റാത്ത വാക്കുകളിലൂടെ അവർ ആരാധിക്കുന്നതാണെന്ന് പറഞ്ഞു. വേറെ ചിലർ ആരാധിക്കുന്നത് ബാക്കിയുള്ളവർ ആരാധിക്കുന്ന പോലെ തന്നെ ചെയ്തു വന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അനുകരിച്ചു കൊണ്ടുള്ള ആരാധനയാണ്. അവരെന്താ ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്യുന്നു. ഇതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നും ആലോചിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കാനാണ് പറഞ്ഞത്. ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കാനാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കേവലം ഒരു വികാരാധീനനായിട്ടല്ല നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ്, അത് നമ്മുടെ ബുദ്ധിയിൽ സ്വാംശീകരിച്ച് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആരാധിക്കുകയാണ്. നമുക്കറിയാം, ആരാധന എന്ന് പൊതുവേ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ നാം പലരെ ആരാധിക്കാറുണ്ട്. നിങ്ങളൊരു ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കും. എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? അദ്ദേഹം ദൈവമായതുകൊണ്ടോ അല്ല, അദ്ദേഹത്തിന് പടം വെച്ച് പൂജിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹം ചെയ്ത വൻകാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ കളിയുടെ രീതി, അതൊക്കെ വെച്ച് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാം. അതാണ് ആരാധന എന്ന് പറയുന്നത്.
ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ മെസ്സിയെയും റൊണാൾഡോയും ആരാധിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കാർക്കും കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഏത് കളിക്കാരനേക്കാളും അതിശയകരമായ കളി അവർ കളിക്കുന്നു. അവരെ കളിയുടെ പ്രത്യേകത കൊണ്ട്, അവരുടെ പ്രവൃത്തിയുടെ പ്രത്യേകത കൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വരുമ്പം ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഏത് തരത്തിലുള്ളതാണെന്നും മനസ്സിലാക്കിയിട്ട് ആരാധിക്കുന്നതാണ് ശരിയായ ആരാധന. അതിനാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കണം. കേവലം വൈകാരികമായ ആരാധനയല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്നത് പോലെ പിന്തുടർന്നു വരുന്ന പാരമ്പര്യമായ ആരാധനയല്ല, മറിച്ച് അല്ലെങ്കിൽ ഭയത്തിൽ നിന്നുള്ള ആരാധനയല്ല. നാം ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക, അവൻ്റെ പ്രവൃത്തികൾക്ക് ഒത്ത വിധത്തിൽ അവൻ്റെ മഹത്വം കൊടുക്കുക. ഇത് നമ്മൾ ബുദ്ധിയിൽ അറിയുകയും സംശീകരിക്കുകയും അങ്ങനെ ബുദ്ധിപരമായ ഒരു ആരാധനയായിട്ട് സമർപ്പിക്കണം. ഇവിടെ വരുമ്പം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആരാധന ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കണം. അത് ഏത് രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണത്? 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സലിവ്? ആ ദൈവത്തിൻ്റെ മനസ്സലിവ് ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തു. അവർ ദൈവസന്നിധിയിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു. അങ്ങനെ അവരെ സന്തതി പരമ്പരയായി ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ഫലമായി, നമ്മുടെ ഉള്ളിൽ വന്ന പാപത്തിൻ്റെ ഫലമായി ഇത് രണ്ടും വഹിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചു പോവുകയായിരുന്നു. നമ്മുടെ അവസാനം നിത്യ നരകത്തിലുമായിരുന്നു. ദൈവത്തിന് അങ്ങനെ മനുഷ്യനെ നരകത്തിലേക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇതുപോലെ തന്നെ പാപം ചെയ്ത ഒരു കൂട്ടം സ്വർഗത്തിലുണ്ടായിരുന്നു. അത് പിശാചും അവൻ്റെ കൂട്ടുകാരുമായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിട്ടില്ല. എന്നാൽ തൻ്റെ സൃഷ്ടിയായ ഈ ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്ന രീതിയിലുള്ള സൃഷ്ടിയായ നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. നമ്മളെ നശിച്ചു പോകാൻ അനുവദിക്കാതെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ വലിയ പ്രകടനമാണ്. ഈ റോമാലേഖനത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ദൈവം പറയുന്നുണ്ട്, എനിക്ക് മനസ്സലിവ് തോന്നണം എന്ന് തോന്നുന്നവനോട് ഞാൻ മനസ്സലിവ് കാണിക്കുന്നു. മോശയോട് പറഞ്ഞ വാക്യം എടുത്തു പറഞ്ഞിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ മനസ്സലിവ് തോന്നണം എന്ന് പറയുന്ന ദൈവം ആരെക്കുറിച്ച് വിചാരിച്ചോ അവരോടാണ് ദൈവം മനസ്സലിവ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? 800 കോടി ജനങ്ങളുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരായ, വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവജനം വളരെ തുലവുമാണ്. നമ്മുടെ ചുറ്റും എടുത്തു നോക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ വാർഡിലും ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ഈ കൂടി വരവ് തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകളിൽ ചുരുക്കമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഈ ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും ദൈവം മനസ്സലിവ് നമ്മോട് കാണിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ സ്വാധീനമുള്ള, നമ്മളെക്കാൾ അറിവുള്ള, നമ്മളെക്കാൾ കഴിവുകളുള്ള, നമ്മളെക്കാൾ പ്രഗത്ഭരായ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ മനസ്സലിവിന് പാത്രമാകുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായ അവസ്ഥയാണ്. എന്നാൽ അവരെക്കാൾ ഒരു വിധത്തിലും പരിഗണിക്കപ്പെടുവാൻ അർഹരല്ലാതിരുന്ന നമ്മളോട് ദൈവം ഈ വലിയ പരിഗണന കാണിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ വലുപ്പമാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വഭാവം തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ പിടിക്കുന്നില്ല. നമുക്ക് തന്നെ പിടിക്കാത്ത എത്ര സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ടും ദൈവം നമ്മളോട് മനസ്സലിവ് കാണിക്കുന്നില്ലേ? നമ്മുടെ തെറ്റുകൾക്ക് ഒത്തവണ്ണം, സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന പോലെ, നമ്മുടെ തെറ്റുകൾക്ക് ഒത്തവണ്ണം അവൻ നമ്മളോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് നമ്മളെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളോട് ദൈവം പ്രതികരിക്കുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ, നമ്മൾ ഓരോ ചെയ്ത പാപത്തിനും ആ സമയത്ത് ദൈവം നമ്മളോട് പ്രതികരിച്ചിരുന്നെങ്കിലോ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് പലർക്കും വിഷമം ദൈവം അങ്ങനെ ചെയ്യാത്തതില്ല. പ്രസിദ്ധനായ ഒരു സഞ്ചാരി ഉണ്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര. അത് ദൈവത്തെ പരിഹസിക്കുമ്പോൾ പറയുന്നതാ, ദൈവം എന്താ പാപം ചെയ്തവരോട് അപ്പം ഇടപെടാത്തത്? അയാളെ ബുദ്ധി അത്രേ ഉണ്ടാവുന്നുള്ളൂ. ദൈവം ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്.
ദൈവത്തിൻ്റെ മനസ്സലിവാണ് പ്രിയപ്പെട്ടവരെ. വെട്ടൊന്ന് മുറി എന്ന രീതിയിൽ രണ്ട് എന്ന രീതിയിൽ ദൈവം പ്രതികരിക്കാത്തതിന് കാരണം നമുക്കൊരു സാവകാശം തരുവാണ്, മാനസാന്തരപ്പെടുവാൻ, ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം മനസ്സലിവ് കാണിക്കുകയാണ്. ആ മനസ്സലിവ് ലഭിച്ച നമുക്കിന്ന് അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് നമുക്ക് നീതീകരണം ഒരുക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ അയച്ച് സകല കഷ്ടങ്ങളും അനുഭവിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ സകല കഷ്ടങ്ങളും അനുഭവിച്ച്, അതിനേക്കാൾ അപ്പുറം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ കോൺസിക്വൻസ് മുഴുവനും അനുഭവിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവാൻ തൻ്റെ പുത്രനെ അനുവദിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറിക്കരഞ്ഞപ്പോൾ, പുത്രൻ അലറിക്കരഞ്ഞപ്പോൾ നാം വായിക്കുന്നത് എപ്പോഴും പുത്രന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം കൊടുത്തിരുന്ന ദൈവം മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ആ വാക്കുകൾക്ക് ദൈവം ചെവി കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മളോട് കാണിച്ച മനസ്സലിവിൻ്റെ ആഴവും പരപ്പുമാണ് ആ കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മനസ്സലിവ് ഓർമ്മിപ്പിച്ചിട്ടാണ് ദൈവം ഇത്ര ഒരു മനസ്സലിവ് നിങ്ങളോട് കാണിച്ചിരിക്കുന്നു. അതിന് പകരമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ജഡത്തിന്റെ പാപ സ്വഭാവങ്ങൾ ഇനി ജീവിക്കാതെ വണ്ണം, പ്രവർത്തിക്കാതെ വണ്ണം അത് യാഗമായി സമർപ്പിച്ച് അത് ദഹിച്ച് ദൈവസന്നിധിയിൽ ഇല്ലാതായി പോകണം. മറിച്ച് പുതിയൊരു ജീവിതം നമുക്കുണ്ടാവണം. എന്താണ് ഈ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്? വീണ്ടും പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ജീവനുള്ള യാഗം, അതുപോലെ വിശുദ്ധിയുള്ള യാഗം, ദൈവത്തിന് പ്രസാദകരമായ യാഗം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്, ദൈവത്തിന് പ്രസാദകരമായ കാര്യം. നമുക്കറിയാം, ആദ്യമായി യാഗം അർപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ആബേലിൻ്റെയും കായിൻ്റെയും യാഗം. രണ്ടുപേരും ദൈവസന്നിധിയിൽ വന്ന് യാഗം അർപ്പിച്ചു. ആബേലിന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചു, കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്താണ് കാരണം? ഏബൽ ഈ പച്ചക്കറി കൊണ്ടുവന്നുകൊണ്ടാണോ? അല്ല. ഏബൽ ആടിനെ അറുത്തുകൊണ്ടാണോ? കായിൻ പച്ചക്കറി കൊണ്ടുവന്നാണോ? അല്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കായിന്റെ യാഗത്തെ ദൈവം സ്വീകരിക്കാത്തതിന്, പ്രസാദിക്കാത്തതിനുള്ള കാരണം നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ, ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ പടിവാതിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയും അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കയീൻ ആകെ അപ്സെറ്റായി, വിഷമിച്ചു, ദുഃഖിച്ചു. അപ്പോൾ ദൈവം അവനോട് പറയാണ്, നീ എന്തിനാ ദുഃഖിക്കുന്നത്? നിന്റെ യാഗം ഞാൻ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? അത് പാപം നിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നു, നിന്നിൽ പാപമുണ്ട്. വിശുദ്ധിയുള്ള യാഗത്തെ മാത്രമേ ദൈവം സ്വീകരിക്കുന്നുള്ളൂ, അശുദ്ധിയുള്ള ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, വിശുദ്ധിയുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങളെ അതിൻ്റെ പാപ സ്വഭാവം മുഴുവൻ മാറത്തക്ക രീതിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കാം. ആ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അപ്പോസ്തലൻ തന്നെ പൗലോസ് തന്നെ പറഞ്ഞ അനേകം കാര്യങ്ങളുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. പഴയ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ല, എല്ലാം പുതിയതായിരിക്കും. പിന്നെ പറയുന്നു, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയുക, ജഡത്തെ ക്രൂശിക്കുക. ഇങ്ങനെ അനേകം പ്രയോഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇത് ജഡം ഒരിക്കലും പൊങ്ങി വരാത്തക്ക രീതിയിൽ, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായി ചേർന്നുകൊണ്ട് ആത്മീയമായ ഒരു ആരാധന അർപ്പിക്കുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അതിനുവേണ്ടി സമർപ്പിക്കണം, ദൈവസന്നിധിയിൽ സമർപ്പിക്കും. എന്നിട്ടോ വീണ്ടും വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.
അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്രിയാപദം രൂപാന്തരപ്പെടുവിൻ എന്നാണ്. എന്താണ് ഈ രൂപാന്തരം പ്രാപിക്കുക? രൂപാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. പൂമ്പാറ്റ രൂപാന്തരം പ്രാപിക്കുന്നു. പൂമ്പാറ്റ പറന്നു വന്ന് ഒരു ചെടിയുടെ ഇലയുടെ അടിയിൽ മുട്ടയിടുന്നു. ആ മുട്ട വിരിയുന്നു, പുഴു ഉണ്ടാകുന്നു. ആ പുഴു ആ ഇലയൊക്കെ തിന്ന്, തണ്ടൊക്കെ തിന്ന്, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു പ്യൂപ്പയായി തീരുന്നു. നാളുകൾ കഴിയുമ്പം ആ പ്യൂപ്പ പൊട്ടി മനോഹരമായ പൂമ്പാറ്റ വരും. ഈ പുഴു പൂമ്പാറ്റയായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു രൂപാന്തരമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആദ്യം പുഴുവായിരുന്നു. പുഴുവിനെ നമുക്കറിയാം. പുഴു നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് വളർത്തി വരുന്ന ചെടികളിൽ പുഴു വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ആ പുഴുവിനെ തട്ടിയിട്ട് കൊന്നുകളയും, അല്ലെങ്കിൽ അതിനെ വിഷമടിച്ച് കൊല്ലും. ആ പുഴു ജീവിക്കാൻ നമ്മൾ അനുവദിക്കില്ല. ജീവിച്ചാൽ എന്താ കുഴപ്പം? ആ ചെടി മൊത്തം തിന്നുകളയും. ഇത് തന്നെയായിരുന്നു നമ്മുടെ ജീവിതവും. പുഴുവിനെ പോലെ കാർന്ന് കാർന്ന് ഇല്ലാതായി തീരേണ്ട ഒരു ജീവിതമായിരുന്നു. മറ്റുള്ളവർക്കും നമുക്കും യാതൊരു ഉപകാരമില്ലാത്ത ജഡിക ജീവിതമായിരുന്നു. എന്നാൽ അതിൽ നിന്നുള്ള രൂപാന്തരമാണ് വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയാം. നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസി, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശ്വാസി, ഒരു ദൈവമകൻ, അവൻ രൂപാന്തരം പ്രാപിച്ചവനാണ്. പൂമ്പാറ്റയെ നോക്ക്, പുഴുവിനെ നോക്ക്, ഇത് തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞിട്ടാണ് ഈ പുഴു ഉണ്ടായത്. അതാണ് പിന്നെ പൂമ്പാറ്റയായിട്ട് മാറി. പക്ഷേ ആകൃതിയിലും പ്രകൃതിയിലും സ്വഭാവത്തിലും ഒരു സാമ്യവുമില്ലാത്ത രീതിയിൽ പുഴു നമുക്ക് അറക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമാണെങ്കിൽ പൂമ്പാറ്റ അത്ര മനോഹരമാണ്. അത് പൂവിൽ വരുന്നു, തേൻ കുടിക്കുന്നു, അതിന് പരാഗണം നടത്തുന്നു, ആ പൂവിൻ്റെ പ്രത്യുൽപാദന പ്രവർത്തനത്തിൽ പങ്കാളിയായി തീരുന്നു. അത് പൂവിനും കാണുന്ന നമ്മൾക്കും എത്ര മനോഹരമാണ്. പൂമ്പാറ്റയ്ക്കും മനോഹരമായൊരു ജീവിതമാണ്. അതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും സർവോപരി ദൈവത്തിനും ഏറ്റവും മനോഹരമായൊരു ജീവിതം എന്ന് നമ്മളെക്കുറിച്ച് പറയത്തക്ക വിധത്തിൽ നാം രൂപാന്തരം പ്രാപിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ രൂപാന്തരം പ്രാപിക്കുന്നതിനോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത്. ഡു നോട്ട് ബി കൺഫോംഡ് വിത്ത് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ്. രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അനുരൂപമാകരുത് എന്ന് പറയുന്നത്. അത് ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. സദൃശവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് പറയും. ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം പറയും. അങ്ങനെ ചെയ്യരുത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം, രൂപാന്തരം പ്രാപിക്കണം. പക്ഷെ എന്ത് ചെയ്യരുത്? നിങ്ങൾ കൺഫോംഡ് ആയി പോകരുത്, അനുരൂപരായി പോകരുത് എന്നുള്ളതാണ്. എന്താണ് കൺഫോംഡ് ആയി അല്ലെങ്കിൽ അനുരൂപമായി പോവുക എന്ന് പറഞ്ഞാൽ? ഒന്ന്, ലോകത്തോട് യോജിച്ച് പോവുക, അല്ലെങ്കിൽ ലോകത്തിന് സദൃശമാകുക, അല്ലെങ്കിൽ ലോകത്തിലെ ആളുകൾ നടക്കുന്ന പൊതു നടപ്പിന് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, നാം ജീവിച്ചു വന്നൊരു സാഹചര്യം നമുക്കറിയാം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ജീവിച്ചു വന്നു. നമ്മുടെ പാരമ്പര്യങ്ങളിലും ലോകത്തിലെ ആളുകൾ പറയുന്നതിനനുസരിച്ചും ആ രീതിയിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പറയുമ്പം ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ഉള്ള ദൈവികതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന് അനുരൂപമാകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ അനുരൂപമാകുമ്പം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ആരായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. എവിടെന്ന്? അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ ലോകത്തെ അനുസരിച്ച് നടക്കുന്ന, ലോകത്തിന് അനുരൂപമായി നടക്കുന്ന ഒരു ജീവിതമായിരുന്നു നമുക്കുണ്ടായിരുന്നു. ആ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞത് മരിച്ച അവസ്ഥ എന്നുള്ളതാണ്. എന്നാൽ നമ്മളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ദൈവവചനം പറയുന്നത്, നമ്മളിന്ന് ജീവനുള്ളവരാണ്. ജീവനുള്ള കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ ജീവനുള്ള മൂലക്കല്ലായി പണിയുന്ന സഭയുടെ അംഗങ്ങളായി ആ കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണ് നാം. നമ്മൾ ഒരിക്കലും മരിച്ചവരായിരുന്നു. അപ്പൊ മരിച്ചവരായിരുന്നപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്ന രീതിയെയാണ് ഈ ലോകത്തിന്റെ ജീവിത രീതി എന്ന് പറയുന്നത്. അതിനോട് നമ്മൾ വീണ്ടും അനുരൂപപ്പെടരുത് എന്ന് അപ്പോസ്തലൻ പറയാണ്.
ആ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്. നിത്യജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ജഡം അതിപ്പോഴും പാപത്തിന്റെ സ്വഭാവം പേറുന്നതാണ്. അതിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. ലോകത്തിലെ ആളുകൾ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരാൾ ഒരു മൂഡില്ല, എന്താ ചെയ്യുക? എന്നാൽ പോയി കള്ളു കുടിക്കണം തോന്നി, അതിന് പറ്റിയ കൂട്ടുകാരൻ കൂട്ടി പോയി ബാറിൽ പോയി കള്ളു കുടിച്ച് അവൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഒരു സിനിമ കാണണമെന്ന് തോന്നി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാപപ്രവൃത്തികൾ ചെയ്ത് ജഡത്തിന് ഇഷ്ടമായത് ഭക്ഷണം, അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ മുഴുകി അതിൽ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു ജീവിത രീതി നമുക്ക് പണ്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ തുടരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം നീതീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ ജഡത്തിൽ അതിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിച്ച് കത്തിച്ച് കളയണം എന്ന് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. നമ്മളെ എന്തിനാണ് ദൈവം വീണ്ടെടുത്തത്? നമ്മൾ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കും. ഇത്തരത്തിലുള്ള രൂപാന്തരം പ്രാപിച്ച ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. നേരത്തെ നമ്മൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഈ ലോകത്തിന്റെ രീതിക്കും അനുസരിച്ച് ജീവിച്ചവരായി. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിത രീതിയിൽ വരണം, നമ്മുടെ കാഴ്ചപ്പാടിൽ വരണം, നമ്മുടെ ഭക്ഷണ രീതിയിൽ വരണം, നമ്മുടെ സ്വഭാവത്തിൽ വരണം, നമ്മുടെ ആളുകളോടുള്ള ഇടപെടലിൽ വരണം. പല രീതിയിൽ എങ്ങനെ നോക്കിയാലും നമുക്കും തിരിച്ചറിയണം, മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. നാം സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ സ്വന്തം ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, പിശാചിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല, അങ്ങനെ ചിന്തിക്കേണ്ടവരുമല്ല. നാം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടവരാണ്. ദൈവത്തിന്റെ സൽപ്രവർത്തികളാൽ നിറഞ്ഞവരായി തീരേണ്ടവരാണ് എന്ന് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. അനുരൂപരാകാതിരിക്കാനോടൊപ്പം അത് പറയുമ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇപ്പൊ രൂപാന്തരപ്പെടലിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ രൂപാന്തരപ്പെടലിന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കാഴ്ചപ്പാടാണ്. മാനസികമായ നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ ഏത് കാര്യവും മനസ്സിലാ തീരുമാനിക്കും. ഇന്ന് ഇവിടത്തേക്ക് ആരാധനയ്ക്ക് വരണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. സുജോ ബ്രദർ വിളിച്ചു, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഒരു ദിവസം ആരാധനയ്ക്ക് ഇവിടെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി തീരുമാനിച്ചു, ഇല്ലെങ്കിൽ ഞാൻ അടിവാരത്തേക്കാണ് പോവുക. അപ്പൊ നമ്മുടെ തീരുമാനമാണ് നമ്മളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ആ മനസ്സിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. അപ്പൊ മനസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബുദ്ധിയും മനസ്സും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ദൈവമക്കളുടേത്. ആ മനസ്സിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം. നേരത്തെ ഒരു പഴയ മനസ്സുണ്ടായിരുന്നു, അതിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. അത് തുടരുവാനല്ല അപ്പോസ്തലൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സ് പുതുക്കണം. ദൈവമക്കളൊക്കെ ഓരോ ദിവസവും മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ മനസ്സ് പുതുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കണ്ടെത്തി അത് ചെയ്യണം. അതാണ് നമ്മൾ വായിക്കുന്നത്. അതിന് തൊട്ട് മുമ്പേ പറയുന്നുണ്ട്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. മനസ്സ് പുതുക്കെ രൂപാന്തരപ്പെടുമ്പോൾ തന്നെ അത് രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവഹിതം എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്. നാം ഈ ഭൂമിയിൽ വെറുതെ യാദൃച്ഛികമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്. മറ്റാരെയും, ഈ ലോകത്തുള്ള മറ്റാരെയും പരിഗണിക്കാതെ നമ്മളോട് മനസ്സലിവ് കാണിച്ച് നമ്മളെ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സഭയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിന്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. ആ ദൈവഹിതത്തെക്കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. എന്താണ് അത്? നന്മയുള്ളതാണ്. ദൈവത്തിന്റെ നന്മയുള്ള ഹിതം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് സംഭവിക്കുന്നതൊക്കെ ദൈവം അനുവദിച്ചിട്ടാണെന്ന് നമുക്കറിയാം. വേദപുസ്തകവും ദൈവത്തിന്റെ വചനവും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് രോഗമായിരിക്കും, ചിലപ്പോൾ ആരോഗ്യമുള്ള അവസ്ഥയായിരിക്കും, ചിലപ്പം സാമ്പത്തികമായി നല്ല ഉയർച്ചയിലായിരിക്കും, ചിലപ്പം കഷ്ടത്തിലും നഷ്ടത്തിലും ദാരിദ്ര്യത്തിലുമായിരിക്കും.
അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളെ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം നന്മയാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നന്മയാണ്. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. 8-ാം അധ്യായം വളരെ നല്ലൊരു അധ്യായമാണ്. നമ്മൾക്ക് എപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും നമുക്ക് തന്നെ ആത്മീയമായി ബലപ്പെടാൻ സാധിക്കുന്നൊരു അധ്യായമാണ്. 8:28 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. സകലവും എന്ന് പറഞ്ഞാൽ അത് സകലവും തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ചിലപ്പോൾ നഷ്ടമായിരിക്കും, ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ കഷ്ടമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ നേട്ടമായിരിക്കും, ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ സൗഖ്യമായിരിക്കും. നമുക്കുണ്ടാകുന്ന ഏതവസ്ഥയും അത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത് പറഞ്ഞു. അതിലൂടെ ദൈവം നന്മ നമുക്ക് തരുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലെവലിലല്ല നമ്മൾ. എന്നാൽ ദൈവവചനം അങ്ങനെ പറയുന്നു, അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അവസാനമായി നമ്മൾ നന്മ എന്തെന്ന് പറയും. ചില കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അത് കിട്ടാതെ പോയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ദൈവം അത് തരാത്തത്? നമ്മൾ വളരെ ആഗ്രഹിച്ച കാര്യമായിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം തന്നില്ല. ദൈവം അത് നമുക്ക് തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നന്മയ്ക്ക് പകരം തിന്മയായിട്ടുണ്ട്. അപ്പോൾ സമ്പത്തിന് വേണ്ടി നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ദൈവം എന്ത് ചോദിച്ചാലും കൊടുക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടുന്ന പറഞ്ഞു. നിങ്ങൾക്ക് ചോദിക്കായ കൊണ്ട് ലഭിക്കുന്നില്ല, ചോദിച്ചാൽ ദൈവം കൊടുക്കും. അങ്ങനെ ദൈവം കൊടുത്ത് ഒരുപാട് സമ്പത്ത് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്പന്നനായി ദൈവത്തെ മറന്നു പോകാനിടയാവും. സദൃശവാക്യങ്ങൾ അങ്ങനെയാണ് വായിക്കുന്നത്. ശലോമോൻ പറയുന്നത്, ഞാൻ സമ്പന്നനായി ദൈവമേ നിന്നെ മറന്നു പോകുവാനും ദരിദ്രനായി ഇരന്ന് ജീവിച്ച് നിന്റെ നാമത്തെ താഴ്ത്തി കെട്ടുവാനും അല്ലെങ്കിൽ നാമത്തിന് എന്താ പറയുക ദോഷം വരുത്തുവാനും ഇടയാകരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ദൈവം തരാത്തത്. ഒരു ഉദാഹരണം നോക്കുക. നമ്മുടെ ഒരു ചെറിയ കുട്ടി വീട്ടിലുണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. 1 വയസ്സുള്ള കുട്ടി വന്നിട്ട് ആ കത്തിക്ക് വേണ്ടി വാശി പിടിക്കുകയാണ്. കുട്ടി അത് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കുമോ ആ കത്തി? എന്താ കൊടുക്കാത്തതിന് കാരണം? അതവൻ ഉപയോഗിച്ചാൽ അവൻ്റെ കൈമുറിയും. എന്നാൽ ആ കുട്ടി ഒരു 15 വയസ്സായ കുട്ടിയാണെങ്കിൽ നമ്മളത് പറയും, എടാ മോനെ മോളെ ഇതൊന്ന് അരിഞ്ഞതാന്ന് പറഞ്ഞാൽ ആ കത്തി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കൊടുക്കേണ്ടുന്ന സമയത്ത് മാത്രമേ ദൈവം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നവർ. നന്മ നമുക്ക് ലഭിക്കുവാൻ പ്രാപ്തമായ സമയത്ത്, അത് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ദൈവം നൽകുന്നുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനകൾ പോലും നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം നൽകുകയുള്ളൂ. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയും ദൈവം നന്മയ്ക്കായി വ്യാപരിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അത് നന്മയുള്ളതാണ് എന്ന് പറയുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവത്തിന് പ്രസാദമായ കാര്യമാണ് ദൈവത്തിൻ്റെ ഹിതം. അതേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ നമ്മളവിടെ കാണിക്കുന്നത് പൂർണ്ണതയുള്ള ദൈവഹിതമാണ്. ദൈവഹിതത്തിന് 2 കാര്യമുണ്ട്. ഒന്ന് പെർമിസീവ് വില്ലും, ഒന്ന് പെർഫെക്റ്റ് വില്ലും. ദൈവത്തിൻ്റെ പെർഫെക്റ്റായ വില്ലുണ്ട്, അത് ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം അങ്ങ് പെർമിഷൻ കൊടുക്കും, നിങ്ങൾ ചെയ്തോ എന്ന് പറയും. ഇപ്പം നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സലിവുള്ള ദൈവം നമുക്കതിങ്ങ് തരും. തന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയോ? അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പെർമിസീവിൻ്റെ വില്ലിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലായിട്ടുള്ള ദൈവഹിതത്തിലേക്ക്, പൂർണ്ണതയുള്ള ദൈവഹിതത്തിൽ വേണ്ടി നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ മരുന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. നാം വീണ്ടും ഈ വാക്യങ്ങളിലേക്ക് വരികയാണ്. നമ്മളെന്താണ് ചിന്തിച്ചത്? ദൈവം നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കി തന്നിരിക്കുന്നു, നീതീകരണം നമുക്ക് തന്നിരിക്കുന്നു. അതിനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു തന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ നീതീകരണം നാം പ്രകടിപ്പിക്കേണ്ടവരാണ്. അതിനായിട്ട് ദൈവവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നാം കണ്ടു, നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് യാഗമായി സമർപ്പിക്കും. അത് കേവലം വികാരത്തിൽ അടിസ്ഥാനമായതല്ല, അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടല്ല. ദൈവം തരുന്ന ബുദ്ധിയിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമുക്ക് സമർപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളിൽ ഇനി ജഡത്തിൻ്റെ ഒരാഗ്രഹവും നിവർത്തിക്കാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാതെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് പ്രസാദമുള്ള വിശുദ്ധിയുള്ള യാഗമായി നമുക്ക് സമർപ്പിക്കണം. ആ സമർപ്പിച്ച യാഗവസ്തു അവിടെ ഹോമിക്കപ്പെടണം. പുതിയൊരു ജീവിതം നമുക്കുണ്ടാവണം.
ഇത് ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ജഡം കത്തിച്ചുകളെ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. മരണം വരെ ഈ ജഡം നമ്മോടൊപ്പം ഉണ്ടാവും. ഈ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനോടും ജീവനോടൊപ്പം, നിത്യജീവനോടൊപ്പം നമ്മുടെ ജഡമുണ്ടാവും. ഈ ജഡത്തെ അനുദിനവും ദൈവസന്നിധിയിൽ നമ്മൾ യാഗമായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വിധേയപ്പെടുവാൻ നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുകയും വേണം. മനസ്സിൻ്റെ പുതുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കാലത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതുകൊണ്ട് തീരാതെ ഓരോ ദിവസവും ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ജോലി ചെയ്യണം, ആര് വിവാഹം കഴിക്കണം, എവിടെ താമസിക്കണം, എന്ത് ശുശ്രൂഷ ചെയ്യണം, ഞാൻ ഏത് സഭയിൽ പോകണം, എവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണം, ദൈവത്തിൻ്റെ വേല എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. രൂപാന്തരപ്പെടണം. നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി രൂപാന്തരപ്പെടണം. നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയണം. ജഡത്തിനായി ഇനി ചിന്തിക്കരുത്. ഇതിൻ്റെ 6ഉം 7ഉം അധ്യായങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. കാൽവരി ക്രൂശിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, നമ്മുടെ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി, ജഡത്തെ ഉരിഞ്ഞു കളഞ്ഞവരായി, ജഡത്തെ യാഗമായി സമർപ്പിക്കപ്പെട്ടവരായി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം തരുന്ന നാളുകളൊക്കെ ജീവിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്ത് എല്ലാവരോടും ദൈവം അത് പറഞ്ഞിട്ടില്ല. കുറച്ച് ആളുകളെ ദൈവം അതിനെ വിളിച്ചെടുത്തുള്ളൂ. ആ വേർതിരിച്ച കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് ഉത്തരവാദിത്വം. നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. നമ്മുടെ ജഡശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായി, യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടും. ഓരോ ആരാധനയും അതിൻ്റെ ആവർത്തനമായി തീരണം. അത് ഞായറാഴ്ചകൾ മാത്രമല്ല, കർത്തൃ ദിവസങ്ങളിൽ മാത്രമല്ല, ഓരോ ദിവസവും ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നമ്മളിലൂടെ നടപ്പിലാകുവാൻ ഇടയാകട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് സഭയോടും ദൈവദാസനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.